DMRC മഞ്ഞിട്ടായിട്ടുള്ള സംസ്ഥാനം നടത്തി ഞങ്ങൾ വൃത്തിയാക്കി അത് വന്നോടെ നമ്മൾ വെള്ളം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തന്നെ ഞങ്ങൾ വൃത്തിയാക്കി നിങ്ങൾ ഈ ഉത്തരങ്ങൾ വരുന്നവരെ കാത്തിരിക്കണ്ട, വെറുതെ സമയം കളയാണല്ലോ. കേരളത്തിലാണെങ്കിൽ ജൂൺ ജൂലൈ വന്നാൽ മഴയായി. മഴ പിന്നെ ഒരു റിപ്പോർട്ട് ഒരു സർവേ ചെയ്യാൻ നിവർത്തിയില്ല. അത് സർവേ ചെയ്യാണ്ട് നാളെ എൻ്റെ ഓഫീസ് തുറക്കും. വലിയ ഗംഭീരമായുള്ള ഓഫീസൊന്നുമല്ല, വന്നിരിക്കുന്ന ആൾക്കാർക്ക് വന്നിരുന്ന് വർക്കെയുള്ള സൗകര്യങ്ങൾ ഓഫീസ് തുറക്കും. 10-12 ആൾക്കാരെ ഞാൻ ഇപ്പം തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അവർ മിക്കവരും നാളെ വരും. 2-3 പേർക്ക് വരാൻ നിർത്തിയില്ല, അവർ ഓൺലൈൻ ചേർന്നോളും. എന്നിട്ട് ഞങ്ങൾ വളരെ ദ്രുതഗതിയിൽ തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിരിക്കണം. എന്താ വേറെ വേറെ സംശയമുണ്ടോ? അത് ഓർഡർ ആർക്കാ പോവാ? ഇതിപ്പോ ആദ്യം അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒന്നും ഒരുമിച്ചുണ്ടാക്കേണ്ടതായിരുന്നു. അതുപ്രകാരമാണ് ഈ കേരള പ്രോജക്റ്റ് ആക്കിയത്. അതിൽ 100 കോടി കൊടുക്കുകയും ചെയ്തു റെയിൽവേ മിനിസ്ട്രി. ഇതിപ്പോൾ റെയിൽവേ മിനിസ്ട്രി തീർച്ചയായിരിക്കണം ഞങ്ങളൊന്നുണ്ടാക്കാൻ പോകും. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കംസ് ടു പിക്ചർ ഓൺലി ആഫ്റ്റർ റിപ്പോർട്ട് ഈസ് റെഡി. ഇത് അവർക്ക് അയച്ചു കൊടുക്കുക, അവർക്ക് വല്ല പറയാനുണ്ടോ ചെയ്യാനുണ്ടോ അത്രയേ ഉള്ളൂ. എങ്കിലും റെയിൽവേ ബോർഡിൻ്റെ ഓർഡർ വന്നുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് DMRCക്ക് ഹാൻഡ് ഓവറും ആ DMRC വർക്ക് ഞാൻ മോണിറ്റർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി അപ്പം അയച്ചു കൊടുക്കില്ലാലും അപ്പോഴേ അയച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ 16-ാം തീയതി മനസ്സിലാക്കണം കഴിഞ്ഞ. അതിന് ശേഷം ഒരു 10 ദിവസം പുറത്തായിരുന്നു ഔട്ട് ഓഫ് ദ കൺട്രി. ഒരു 4 ദിവസം മുമ്പേ ഞാൻ അദ്ദേഹത്തിന് OSD ഓഫീസ് ഓഫ് സ്പെഷ്യൽ ഡ്യൂട്ടി കോൺടാക്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം മിനിസ്റ്റർ ഇവിടെ ഇല്ല, മിനിസ്റ്റർ വന്നിട്ടുള്ളൂ, ഇന്ന് വന്നിട്ടുള്ളൂ. അങ്ങനെ ഉടനെ പ്രോസസ് ചെയ്ത് വേഗം ഓർഡർ അയക്കാം. I'm expecting by 15th definitely come. 50 അതിന് മുമ്പ് തന്നെ വരികയായിരിക്കാം. സംസ്ഥാന സർക്കാരും മന്ത്രിയും ഒക്കെ പ്രതീക്ഷിക്കുന്ന പറയുകയും ചെയ്യുന്നത് പ്രധാനമായിട്ടും മറ്റിടങ്ങളിൽ അതിവേഗം പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് മാത്രം അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു DPR തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കൂടി അത് ബജറ്റ് പ്രഖ്യാപനം വരാത്തതൊരു സംശയകരമായിട്ടാണ് അവർ പറയുന്നത്. അല്ലാതെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. റെയിൽവേ മിനിസ്റ്റർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു ബഡ്ജറ്റിൽ വരാൻ പോകില്ല. ഇപ്പം 7 ലൈനിനെ പറ്റി പറഞ്ഞല്ലോ. അത് വെരി വെരി ഹൈ സ്പീഡ്. ഇത് ബുള്ളറ്റ് ട്രെയിൻസ്. നമുക്ക് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ആവശ്യമില്ല കേരളത്തിലുള്ള. ബുള്ളറ്റ് ട്രെയിൻ കൂടി നമുക്ക് പകുതി ഉപകാരം വരില്ല. പ്രഖ്യാപിച്ചത് 3000 കിലോമീറ്റർ സ്പീഡുള്ള ട്രെയിനുകളാണോ? 350. അത് കുറയാതെ അവരുടെ ഇതിലുള്ളൂ. ഇപ്പം മാത്രമല്ല, അത് കൊല്ലം 2-3 കൊല്ലം മുമ്പേ അത് തുടങ്ങിയതാണ്. നമ്മൾ ചെയ്യുന്ന 200 കിലോമീറ്റർ സ്പീഡാണ്. 200 മാക്സിമം സ്പീഡും 180 ഓപ്പറേഷൻ സ്പീഡാണ്. അതും ഹൈ സ്പീഡ് തന്നെയാണ്. എനി റെയിൽവേ ലൈൻ വിത്ത് 200 and above സ്പീഡ് ലിമിറ്റ് ഹൈ സ്പീഡ് റെയിൽവേ ലൈൻ. DMRC ഏൽപ്പിച്ചുകൊണ്ടുള്ള ഓർഡർ വരാൻ വൈകുന്നത് താങ്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. അത് വരും. ഗവൺമെൻറ് വർക്കിംഗ് അല്ലേ, അവർ ഹോളിഡേ ചെയ്തില്ല. അത് വരും. ഞാൻ ഇപ്പോഴത്തെ പ്രസൻറ്റ് MD DMRC അന്ന് തന്നെ ഡൽഹിയിൽ പോയി സംസാരിച്ചോളെ. ഇപ്പം ജനങ്ങളെ തീർച്ചയാക്കിയതാണ്. അല്ലാതെ നേരത്തെ ധൈര്യമുള്ളതോടെ സ്റ്റാർട്ട് ചെയ്യും. സാറേ, ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ തന്നെ ഉണ്ടല്ലോ, അതിൽ മാറ്റമില്ലല്ലോ? ഇല്ല, നാളെ ആരംഭിക്കും ഓഫീസ്. ഉദ്ഘാടനം ചെയ്യും. ഇമ്മീഡിയറ്റ് ഇൻസ്ട്രക്ഷൻ എന്തൊക്കെ അവർ ചെയ്യേണ്ടത് അവർ പറഞ്ഞു. 1.5 2 മണിക്കൂർ എടുക്കുമല്ലോ ഓരോരുത്തർക്ക് എന്ത് വാർത്ത ചെയ്യണം. അത് ഞാൻ 13.1 crore ചോദിച്ചിരിക്കുന്നത്.
റെയിൽ മിഷീന്. അത് കിട്ടിയെങ്കിൽ തന്നെ DPR തയ്യാറാക്കാൻ ഉൾപ്പെടെയല്ലേ ഓൺലി ഡിപെൻഡ് ഉണ്ടാക്കാൻ മാത്രം മാത്രം കേരളിന് 100% എടുത്തിരിക്കുന്നത്. ഈ ഗവൺമെൻറ് ഇത് 13.1 crores ഞാൻ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ DPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് 100 കോടി സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുണ്ടോ? അത് കേന്ദ്രം നൽകിയ 100 കോടി. അത് വലിയൊരു പ്രശ്നമായിട്ടാണ് വരാൻ പോകണം. വലിയൊരു അതിനെപ്പറ്റി ഗവൺമെൻറ് സംസാരിക്കണമല്ലോ. അന്നത് ജോയിൻറ്റ് പ്രോജക്റ്റാണ്. എന്ന് മാത്രമല്ല അത് KRDC-യിലാണ് ചെയ്തത്, കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതിൽ അവർക്കാണ് ജാസ്തി ഷെയർ 51%, റെയിൽവേക്ക് 49%. ഇപ്പം നേരെ മറിച്ചാണ്. ഇപ്പോൾ റെയിൽവേക്ക് 51%, സ്റ്റേറ്റ് ഗവൺമെൻറ് 49%. പ്രായോഗികമല്ലാത്ത പദ്ധതിക്ക് 100 കോടി സംസ്ഥാനം ചെലവഴിച്ചു എന്നുള്ള വിലയിരുത്തൽ കേന്ദ്രത്തിനുണ്ടാവും. പിന്നെ ധാരാളം നല്ലോണം. എന്ന് മാത്രമല്ല പല കുഴപ്പങ്ങളുണ്ടാക്കിയില്ല ഇവിടെ. പോലീസ് കേസസ്, ലാത്തി ചാർജ്, 100 പോലീസ് കേസ് ഇപ്പോഴുണ്ട് കോടതിയിൽ. അതെന്തുകൊണ്ട് പിൻവലിച്ചിട്ടില്ല ഗവൺമെൻറ് ഇതുവരെ? അവർക്കറിയാം ഇത് വരാൻ പോകുന്നത്. പിന്നെ സാധുക്കളായ ആൾക്കാരുടെ പേര് കേസിൽ നിർത്തി എന്താ കാര്യം? ഈ DPR തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ജനങ്ങളെ നേരിട്ട് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അത് തന്നെയുള്ളൂ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത്. ഇതിന്റെ തയ്യാറാക്കലിന്റെ ആദ്യഘട്ടം അങ്ങനെ തന്നെയാണോ? സർവേക്ക് ഞങ്ങൾ സർവേക്ക് വേണ്ടി പുറത്തിറങ്ങുന്നതിന് മുമ്പേ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. അതാണ് സർവേക്ക് ഉപദ്രവമുണ്ടായത്. ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സാർക്ക് എന്തെങ്കിലും പ്രത്യേക ചുമതല പോസ്റ്റായിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഉപദേഷ്ടാവ് എന്ന നിലയിൽ ഞങ്ങളുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ എന്ന നിലയ്ക്കാണ് ചെയ്യുക. കൊച്ചി മെട്രോ ഇവിടെ വന്നപ്പോൾ തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല അതിൽ വ്യത്യാസമുണ്ട്. പ്രിൻസിപ്പൽ അഡ്വൈസർ വിത്ത് ഫുൾ പവേഴ്സ് ഓഫ് MD. ഒരു കാലത്ത് പിന്നെ ഡൽഹിക്ക് പോകേണ്ട ആവശ്യമില്ലായിരിക്കും. അതായത് ആരെവിടെ അപ്പോയിൻറ്റ് ചെയ്യാം, ആരെ എന്ത് കോൺട്രാക്ട് വേണ്ടി അവാർഡ് ചെയ്യാം. ഇതിപ്പോൾ നാട്ടുകാർക്ക് അത് എനിക്ക് നല്ലൊരു വലിയൊരു സംശയമുള്ള കാര്യമാണ്. ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ 100 ചില ആൾക്കാരെ ഉള്ള കേസ് കിടക്കുന്ന കോടതിയിൽ അവരെന്ത് ചെയ്യും? ആരവരെ രക്ഷിക്കാം? ഈ ഗവൺമെൻറ്റാണ് ഈ മൂന്ന് തൊട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ മറ്റേ ഗവൺമെൻറ് വരാനും സമയം എടുക്കില്ലേ? ഏത് ഗവൺമെൻറ് വന്നാലും വളരെ മാറ്റം എനിക്കറിയാം. ഏത് ഗവൺമെൻറ് വന്നാലും ഇവരൊക്കെ തന്നെ ഇൻ ഗുഡ് സെൻസ് ദേ ഷുഡ് ഇമ്മീഡിയറ്റ്ലി വിഡ്രോ ഇറ്റ്, ഓർഡർ ഫ്രം. ഞാൻ അതിൻ്റെ ട്രൈറ്റ് ചീഫ് മിനിസ്റ്റർ കൃത്യം ഇത് വന്ന ഉടനെ ഫോർവേഡ് ചെയ്യുമ്പോൾ ലെറ്റർ ഫോർവേഡ് ചെയ്യാൻ പറയും. ദിസ് ദ ഫസ്റ്റ് തിങ് ദി ഗവൺമെൻറ് ഹാസ് ടു ഡു. അതൊരു ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഗുഡ് വിൽ വിത്ത് ദ പീപ്പിൾ.